നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം പവർ ഓൺ ആക്കിയാണ്. നമ്മൾ പവർ ഓൺ ആക്കുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഫാനിൻ്റെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫാൻ കറങ്ങുന്നില്ല. ഹലോ എല്ലാ ചങ്ങൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ 2-3 ആഴ്ച വീഡിയോ ഇട്ടിട്ട് പല കാരണങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ വരുന്നുണ്ട്, ടെക്നിക്കൽ വീഡിയോ. നമ്മളൊക്കെ വീട്ടിലെ കൂളർ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് റിപ്പയർ ചെയ്ത് ശരിയാക്കി എടുക്കാനുള്ള വീഡിയോ ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ കംപ്ലൈൻ്റ് ആണ് നിങ്ങളുടെ വീട്ടിലെ കൂളറിനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ കൂളറിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയ്ക്ക് മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാനെടുത്ത് ബെല്ലൈക്കൻ ആളാക്കിടാൻ മറക്കുന്നില്ല. ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അവസരം വരെ കണ്ടി ലൈക്ക് ചെയ്യുന്ന മറന്നു, ലൈക്കിനെ കാണുക. നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും നമുക്ക് അടുത്തടുത്ത വീഡിയോ ചില പ്രചോദനം. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് വീണ് ഒരു വാട്ടർ കൂളർ കംപ്ലൈൻറ്റ് കഴിഞ്ഞാൽ എങ്ങനെയാണ് റിപ്പയർ ചെയ്തെടുക്കുന്ന വീഡിയോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ നേരെ വീഡിയോയിൽ. ഇതൊരു വാട്ടർ കൂളറാണ് വലിയ. അപ്പോൾ ഇത് കറങ്ങുന്നില്ല, അതിൻ്റെ മോട്ടറൊന്നും വർക്കാവില്ലെന്നാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളെ വർക്ക്ഷോപ്പിലെ കൂളറാണ്. നമുക്കിപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം പവർ ഓൺ ആക്കിയാണ്. നമ്മൾ പവർ ഓൺ ആക്കുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഫാനിൻ്റെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫാൻ കറങ്ങുന്നില്ല. ഞാൻ ഓപ്പോസിറ്റ് ഫാനിൻ്റെ സൈഡിലോട്ട് നോക്കാം. ഫാൻ ശലം പോലും കറങ്ങില്ല. ഞാൻ ഓപ്പോസിറ്റ് സൈഡ് ഫാനിൻ്റെ സൈഡിൽ പോയി നോക്കാം. ഫാൻ കറങ്ങുന്നില്ല, ഒന്നുമില്ല, മൂർച്ചയും കാര്യങ്ങളും ഒന്നുമില്ല, അനക്കം പോലും ഇല്ല ഫാൻ. ഇനി ഫാൻ പോയതാണ്, അതിൻ്റെ കപ്പാസിറ്റർ പോയാണ്, വേറെ എന്തെങ്കിലും ഇലക്ട്രിക് ബോർഡിൽ നിന്ന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ നമ്മൾ ബോർഡ് അഴിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ പവർ ഓഫ് ചെയ്തതിന് ശേഷം അത് ഊരിയിട്ടിട്ടുണ്ട് അതിൻ്റെ ലാപ്ടോപ്പ്. അതിനുശേഷം നമ്മളിപ്പോൾ ബോർഡ് ഇവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ബോർഡ് നമുക്ക് ഇളക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പർ സൈഡിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ലൈൻ വരുന്നത്. അപ്പോൾ ആ ലൈനും കൂടെ ഇളക്കിയാൽ മാത്രമേ നമുക്ക് ഇളക്കാൻ പറ്റുള്ളൂ. ഈ കാണുന്ന സ്ക്രൂ ആണ് ഇതിൻ്റെ ബോർഡിൻ്റെ സ്ക്രൂ. അതിനൊക്കെ ഇതിൻ്റെ ഇവിടെ അപ്പുറം ഇപ്പുറം ഇതിൻ്റെ വെള്ളം വീഴുന്ന സൈഡ് പാനലുണ്ട്. അവിടെ ഇത് കണക്ക് സൈഡിൽ സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ അഴിച്ചതിന് ശേഷം പാനൽ ജസ്റ്റ് പൊക്കി കഴിഞ്ഞാൽ പാനലെല്ലാം ഇളവി വരുന്നതാണ്. അതിനുശേഷം നമ്മളവിടെ ഈ കാണുന്ന അതിൻ്റെ ബോർഡ് ഞാൻ നേരെ ഇളക്കിയ സ്ക്രൂ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു 4 സ്ക്രൂ ആണ്. അതിനുശേഷം ബോർഡ് നമ്മൾ ഇളക്കി ഇങ്ങനെ താഴ്ത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഡിസ്പ്ലേ ലൈൻ ഊരി മാറ്റണം. എന്നാലേ നമുക്ക് ബോർഡ് ഒരു സൈഡിലോട്ട് എടുക്കാൻ പറ്റുള്ളൂ, നമുക്ക് നോക്കാനും പറ്റുള്ളൂ എന്താണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ ചെറിയ പിൻ ടൈപ്പാണ്. അത് പ്രസ് ചെയ്തതിന് ശേഷം മേലോട്ട് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ പിന്ന് ഊരി ആ ഡിസ്പ്ലേയും ആ ബോർഡും രണ്ടായിട്ട് മാറുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണിച്ചു തരാം. നമുക്കത് ഇത് കണക്ക് പിടിച്ചതിന് ശേഷം ആ ഡിസ്പ്ലേ ശരിച്ച് വയർ മേലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ആ വയർ ഇളകി വരും. അതിന് ശേഷം നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് നമുക്ക് ആ ഡിസ്പ്ലേ വെളിയിലോട്ട് എടുക്കാം. അപ്പർ സൈഡിൽ നിന്നാണ് ഇതിൻ്റെ വയറെല്ലാം കയറിയിരിക്കുന്നത് മോട്ടറിൻ്റെ. ഇപ്പോൾ അതിൻ്റെ ആ കണക്ട് ഊരിയിട്ടതിന് ശേഷം നമ്മളത് എടുക്കുന്ന സമയത്ത് നിങ്ങളോട് കാണാം ഇതിൻ്റെ കപ്പാസിറ്റർ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കി അറിയാം, എന്താ അവിടെ ഇതിൻ്റെ കപ്പാസിറ്റർ ഇല്ലാതായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഫാൻ വർക്കാവാത്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെയിം കപ്പാസിറ്റർ മേടിച്ചിട്ട് നമുക്കത് കറക്റ്റ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ഈ കപ്പാസിറ്ററിൻ്റെ വയർ ഡിസ്കണക്ട് ചെയ്യാണ്. അത് ജസ്റ്റ് ക്ലിപ്പ് ടൈപ്പ് ആണെങ്കിൽ മേലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ വയർ ഇളവി വരും. ചിലപ്പോൾ നിങ്ങളിനി മേടിക്കുന്ന കപ്പാസിറ്റർ ഇതിൻ്റെ ക്ലിപ്പ് ടൈപ്പ് ആയിരിക്കത്തില്ല, അത് ചിലപ്പോൾ ഡയറക്റ്റൊക്കെ ആയിരിക്കും വരണം, ചിലപ്പോൾ അതിൻ്റെ വയർ ആയിരിക്കും. അപ്പോൾ ഇതേ സെയിം കപ്പാസിറ്റർ അടിച്ച് നിങ്ങൾ കണക്ട് ചെയ്യാൻ മതി. വയറിൻ്റെ നിങ്ങൾ നോക്കണ്ട, ഈ കണക്ട് ലൈൻ കട്ട് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്താലും മതി. ഇപ്പോൾ ഞാൻ വയർ ഊരി വിട്ടിട്ടുണ്ട്. അതിനുശേഷം 2 സ്ക്രൂ അപ്പുറത്തും ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. ആ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ആ സ്ക്രൂ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത് എത്രേൻ്റെ കപ്പാസിറ്റർ നമുക്കിവിടെ കാണാൻ പറ്റില്ല, ഇവിടെ മൊത്തം പൊട്ടിപ്പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ആ മോട്ടറിൽ നോക്കി അറിയാം ഇത് എത്രേൻ്റെ കപ്പാസിറ്റർ ആണെന്നുള്ളത്. ഇത് 12ൻ്റെ കപ്പാസിറ്ററാണ്. ഇപ്പം നമ്മൾ പുതിയൊരു കപ്പാസിറ്റർ മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കണക്ക് ക്ലിപ്പ് ചെയ്ത് വയ്ക്കാം. കണക്കിന് ഇതിൻ്റെ വയർ അങ്ങോട്ടേക്കിട്ട് മാറിപ്പോയാലൊന്നും വേറെ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമുക്കിപ്പം കപ്പാസിറ്റർ 2 ക്ലിപ്പിൽ ചെയ്യാം. ഞാൻ ഇപ്പോൾ കപ്പാസിറ്റർ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. പഴയതിൻ്റെ പിന്ന് നമ്മൾ ഈ ടൈറ്റ് ചെയ്യണ അതിൻ്റെ പോർട്ട് പറഞ്ഞ 2 സൈഡിലാണ്. ഇതിൻ്റെ സെൻറ്ററിലാണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. ടൈറ്റ് ചെയ്താൽ നമുക്ക് ഈ ബോർഡ് വയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അതേ കണക്ക് തന്നെ അവിടെ സീറ്റിങ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് ഒന്ന് ഓണാക്കി നോക്കാം, നമ്മളെ ഫാൻ കറങ്ങുന്നുണ്ടോ, ഇനി അതേ വേറെ വല്ലതും കൂടെ കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ അതിന് ശേഷം ഓണാക്കാനായിട്ട് ഇതിൻ്റെ ഇളക്കിയ ഡിസ്പ്ലേയുടെ ലൈൻ അതേ കണക്കിനെ നിങ്ങൾക്ക് ഈ പോർട്ടിൽ കണക്ട് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അത് കണക്ക് പിന്നെ അതേ കണക്ക് വെച്ച് ക്ലിപ്പ് ചെയ്താൽ അത് റെഡിയാവും. ഇപ്പോൾ നമ്മളതും പിടിച്ച് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഓക്കെയാണ്. അത് കണക്കിന് പവറിൻ്റെ ലൈനെല്ലാം ഇട്ട് ഇളക്കി കണക്കിന് നമ്മൾ ആ പ്ലാസ്റ്റിക് കവറെല്ലാം ഇട്ട് വെള്ളം വീഴാതിരിക്കും ടൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലിൽ കൂടെയാണ് വെള്ളം താഴോട്ട് വരുന്നത്. അപ്പോൾ മൊത്തം വെള്ളം ശാലം പോയി വീഴാതെ നമ്മളെല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ ബോർഡ് വിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് സ്ക്രൂ എല്ലാം 4 സ്ക്രൂ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കാണാം സ്ക്രൂ എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പവർ കൊടുത്ത് ഒന്ന് ഓണാക്കി നോക്കാം. ഞാൻ ഇപ്പോൾ പവർ കണക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പവർ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമുക്ക് ഇനി കൂളറിൻ്റെ പവറും കൂടെ ഓണാക്കാം. അതിനിപ്പോൾ കൂളറിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കൂളറിൻ്റെ ഫ്രണ്ടിലെ പവർ സ്വിച്ച് പിടിച്ച് ഓണാക്കുന്ന സമയത്ത് നമുക്ക് കൂളർ ഓണാവണമെന്ന് നോക്കാം. ഞാൻ ഇപ്പം ഓണാക്കുന്നുണ്ട്. ഓണാകുമ്പോൾ നമ്മളെ കൂളർ അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. നല്ല കാറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്.
അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റർ പോയതായിരുന്നു ഇതിൻ്റെ കംപ്ലയിൻറ്റ്. നമ്മൾ ആ സെയിം കപ്പാസിറ്റർ മേടിച്ച് മാറിയപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എല്ലാം മാറി. ഇതിപ്പോൾ പഴയ കണക്ക് വർക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫാൻ നല്ല സ്പീഡിൽ കറങ്ങണ കാണാൻ പറ്റും. ഇപ്പോൾ ഓക്കെയാണ്, ഈ പണിയില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. ഒരു കൂളർ ഫാൻ്റെയൊക്കെ കറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കപ്പാസിറ്റർ മാറ്റി എടുത്ത് ചെയ്യുന്ന വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നിങ്ങൾക്ക് പറയുന്നത് ഇപ്പോൾ 26 ഡിഗ്രിയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം വീത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറഞ്ഞ് ടെമ്പറേച്ചർ കുറഞ്ഞ് വരും. അതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഫിൽറ്ററെല്ലാം ഇട്ട് ഇപ്പോൾ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഫാനെല്ലാം ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കൺ ആളാക്കിയിട്ടാണ് മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അവസാനം വരെ കണ്ട് ലൈക്ക് ചെയ്യാൻ മറന്നു. ലൈക്ക് തന്നെ കാണുക. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റാണ് നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാൻ പ്രചോദനം. ഇപ്പോൾ നമ്മളെല്ലാം ഇട്ട് സെറ്റ് ചെയ്ത ശേഷം ഫാൻ ഓൺ ആക്കിയിട്ടുണ്ട്, കൂളർ ഫാൻ. അപ്പോൾ അടിപൊളിയായിട്ട് ഇത് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ ഉള്ള നല്ല നല്ല വീഡിയോ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നല്ലൊരു വർക്കമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം.